യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, അമലേഖ്യനായ മനുഷ്യൻ ദാവീദ് മഹാരാജാവിനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ അടുത്ത് ചെന്നവനെ വധിച്ചു. അവൻ വീണുപോയാൽ അവൻ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ ധരിച്ചിരിക്കുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു. ഇതാ ഞാൻ അവ അങ്ങേ പക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലായോ? ഈ വചനത്തിൻ്റെ സാഹചര്യം, സിറ്റുവേഷൻ മനസ്സിലായോ? സാവൂള് കുന്തമൂന്നി നിൽക്കുന്ന സമയത്ത് ശത്രുവിൻ്റെ പട്ടാളം ഇരച്ച് ആർത്തു വന്നു. അവരാൽ കൊല്ലപ്പെടുമെന്നായപ്പോൾ സാവൂൾ ഈ അമലേക്കിനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, നീ വന്ന് എന്നെ വധിക്കുക. അപ്പൊ അമലേക്യൻ പറയുന്ന ഉത്തരമാണ് ദാവീദിനോട്, ഞാൻ ചെന്നവനെ വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നമ്മൾ അനേകം പേര് ജീവിതത്തിൽ പറയുന്നൊരു വാക്കായത്. ഞാൻ കൊന്നില്ലെങ്കിലും, ഞാൻ കളിയാക്കിയില്ലെങ്കിലും, ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിലും, ഞാൻ വെട്ടിയില്ലായിരുന്നെങ്കിലും അവൻ ചാകുമായിരുന്നു. പിന്നെ ഇപ്പൊ എൻ്റെ കുറ്റം എന്നാ? എനിക്കെന്നാ പ്രശ്നം? അല്ലെങ്കിലും അവൻ ചത്തേനെ. അവൻ അങ്ങേയറ്റം ചാകാൻ മരണപ്രായനായിരുന്നു. അവൻ്റെ ജീവൻ പോകാൻ കിടക്കുകയായിരുന്നു. പിന്നെ ഞാനിപ്പോ എന്നാ ചെയ്തു? നമ്മൾ അനേകം പേരുടെ ജീവനിട്ട് കളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കയ്യാങ്കളിക്ക് പിന്നിൽ നാം ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കൊന്നില്ലെങ്കിലും, ഞാൻ തട്ടിയിട്ടില്ലെങ്കിലും ആ പുള്ളി പോകുമായിരുന്നു. ഞാൻ മരുന്ന് മാറി കുത്തിവെച്ചില്ലെങ്കിലും പുള്ളി തട്ടിപ്പോയനെ. ചാകാൻ കിടക്കുന്ന മനുഷ്യനാ. സാവൂള് പറഞ്ഞു, എന്നെ കൊല്ലുക. ഞാൻ സത്യത്തിൽ ദയയാണ് കൊടുത്തത്. ഇങ്ങനെയാ അനേകരിന്ന് പറയുന്നത്. മരിക്കാറായി കിടക്കുന്ന അപ്പൂപ്പൻ, ചലിക്കാൻ പറ്റാത്ത വല്യമ്മച്ചി, അവരെയൊക്കെ ഒന്ന് കൊന്നു കൊടുത്തോണ്ട് ഇനിയിപ്പോ കുഴപ്പമില്ല, വലിയ നന്മയല്ല ചെയ്തത്. ദയാവധം തന്നെ ഒരു വിധത്തിൽ നാം ഇന്ന് നീതീകരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ജീവനെ കൈവെക്കാൻ നമുക്ക് അവകാശമില്ല. ചിലരെയെങ്കിലും തട്ടിയും മുട്ടിയും വീഴാൻ പോയിരിക്കുന്ന ചിലരെയെങ്കിലും തട്ടിയിട്ടതിൻ്റെ പിന്നിൽ നമ്മളുണ്ട്. ദാവീദ് സത്യത്തിൽ ആ അമലേക്കിനെ വധിക്കുക ചെയ്തത്. കർത്താവിൻ്റെ അഭിഷിക്തനെ ജീവന്റെ മേലെ കൈവെക്കാൻ നമുക്ക് ഒരിക്കലും അനുവാദമില്ല, അവകാശമില്ല. അമലേക്കിന്റെ വാദഗതി ഇതാണ്: ഞാൻ ചെന്നവനെ വധിച്ചു, ഞാൻ കൊന്നില്ലെങ്കിലും വീണുപോയാൽ അവൻ മരിക്കുമായിരുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പരസ്പരം പറയാറുണ്ട്, ഞാൻ കൊന്നില്ലായിരുന്നെങ്കിലും, ഞാൻ പരാജയപ്പെടുത്തിയില്ലായിരുന്നെങ്കിലും, ഞാൻ തട്ടിയിട്ടില്ലായിരുന്നെങ്കിലും പുള്ളി പോയനെ. ഇങ്ങനെ നീതീകരിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങളുടെ മുമ്പിൽ ഇന്ന് ദാവീദ് വാളുമായി നിൽക്കുന്നു. ഒരുപക്ഷെ മരണക്കിടക്കയിലുള്ളൊരു മനുഷ്യനെ, ഒരു വിധത്തിലും ഗതി പിടിക്കാത്ത ഒരു സാധുവിനെ നമ്മൾ തട്ടിയിട്ടിട്ട് പരാജയപ്പെടുത്തിയിട്ട് ഇതുപോലെ കൈയൊഴിഞ്ഞിട്ടുണ്ടോ? കൈയൊഴിയുന്നവരുടെ എല്ലാം കയ്യിലേക്ക് വാള് പറന്നു വരുന്നുണ്ട്. കൈയൊഴിയാതിരിക്കുന്ന, ഏറ്റെടുക്കുന്ന ഒരു അഭിഷേകം കർത്താവ് നമുക്ക് നൽകട്ടെ. നമ്മൾ മൂലം അവഗണിക്കപ്പെട്ട, നമ്മൾ തട്ടിമുട്ടി കളഞ്ഞിട്ടുള്ള മനുഷ്യരുടെ ജീവന്റെ മുമ്പിൽ ഒരു നിമിഷം കരയാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. ആമേൻ.